തിരുവനന്തപുരം അമ്പൂരിയിൽ പുലി വലയിൽ കുടുങ്ങിയ നിലയിൽ. അമ്പൂരി കാരിക്കുഴി സ്വദേശി ഷൈജുവിന്റെ പുരയിടത്തിലായിരുന്നു പുലിയെ കണ്ടെത്തിയത്. റബ്ബർ ടാപ്പിംഗിന് പോയപ്പോഴായിരുന്നു പുലിയെ കാണുന്നത്. തുടർന്ന് നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. കാട്ടുവള്ളിയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു പുലിയെ കണ്ടെത്തിയത്. വനപാലകരും RRT സംഘവും നെയ്യാർഡാം പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ കടുവയെ കൊല്ലാൻ ഉദ്യോഗസ്ഥർക്ക് അനുമതി നൽകുന്ന ഉത്തരവ് കേരള സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. എന്നിരുന്നാലും പിടികൂടാനോ കൊല്ലാനോ ഉള്ള ഉത്തരവ് സ്വേച്ഛാധിപത്യപരമായി നൽകപ്പെടുന്നില്ല. മനുഷ്യ ആധിപത്യമുള്ള പ്രദേശങ്ങളിലേക്ക് കടുവകൾ അലഞ്ഞുതിരിയുന്നത് മൂലമുണ്ടാകുന്ന അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് സർക്കാർ ചില സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ പാലിക്കുന്നുണ്ട്. മനുഷ്യമരണത്തിന് കാരണമാകുന്ന ശീലമില്ലാത്ത ഒരു കടുവയെയും 1972 വന്യജീവി നിയമം ഉപയോഗിച്ച് ഇല്ലാതാക്കാൻ കഴിയില്ല. 1972 വന്യജീവി നിയമത്തിലെ ഷെഡ്യൂൾ 1 പ്രകാരം കടുവകളെ തരം തിരിച്ചിരിക്കുന്നതിനാൽ അവ മനുഷ്യജീവന് അപകടമാകുകയോ വൈകല്യം സംഭവിക്കുകയോ രോഗം ഭേദമാകാൻ കഴിയാത്ത വിധം ബാധിക്കുകയോ ചെയ്താൽ മാത്രമേ അവയെ കൊല്ലാൻ കഴിയൂ. സംസ്ഥാനത്തിന്റെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ മാത്രം തീരുമാനമാണിത്. അദ്ദേഹം ഉന്മൂലനം അനുവദിക്കുന്നതിനുള്ള കാരണങ്ങൾ രേഖാമൂലം നൽകണം. മനുഷ്യജീവന് അപകടകരമാണ് എന്ന് തരം തിരിച്ചറിയുന്ന കടുവയെ ഇല്ലാതാക്കുക എന്നത് SOPയിൽ വിശദീകരിക്കുന്നത് പോലെ മൃഗത്തെ പിടികൂടാനുള്ള ഓപ്ഷൻ തീർന്നതിനു ശേഷം അവസാന ഓപ്ഷൻ ആയിരിക്കണം. യാദൃശ്ചികമായി കണ്ടുമുട്ടുന്ന മനുഷ്യജീവന് അപകടകരമാകുന്ന ശീലമാക്കിയ മൃഗങ്ങൾ എന്നതും ഒരു തീരുമാനമെടുക്കുന്നതിന് അവ തമ്മിലുള്ള വ്യക്തമായ വ്യത്യാസം അനിവാര്യമാണെന്ന് കണക്കാക്കപ്പെടുന്നതും യാദൃശ്ചികമായി കണ്ടുമുട്ടുന്ന സന്ദർഭങ്ങളിൽ മൃഗങ്ങളെ മനുഷ്യജീവൻ അപകടകരമെന്ന് പ്രഖ്യാപിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും മനുഷ്യരെ പിന്തുടരുകയും ശവം ഭക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ശീലിച്ച കടുവയെന്നാണ് സ്ഥിരീകരിച്ചാൽ മൃഗത്തെ കൊല്ലാൻ കഴിയും. അത്തരം കടുവകൾ മനുഷ്യജീവന് അപകടകരമാകാൻ സാധ്യതയുള്ളതായി കണക്കാക്കപ്പെടുന്നു. രാവിലെ മരം വെട്ടാൻ വന്ന ഒരു ചേട്ടനാണ് ഈ പുലിനെ ആദ്യമായിട്ട് കണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ തൊട്ടടുത്ത ഇവിടെ ഒരു കുടുംബം താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരെന്തോ വിറവെന്തോ ശേഖരിക്കാൻ വേണ്ടി വന്നപ്പോൾ രാവിലെ എന്തോ മരത്തിൻ്റെ കൊമ്പെന്തോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ പുലിനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ആ ചേട്ടൻ ഈ പുലിനെ യാദൃശ്ചികമായിട്ട് കണ്ടപ്പോൾ പേടിച്ച് അദ്ദേഹം പുലിനെ വീഴുകയും അദ്ദേഹത്തിന് പരിക്കും പറ്റി. ഇപ്പോൾ വീട്ടിൽ റെസ്റ്റാണ്. അതുപോയിട്ട് ഒരു മരം വെട്ടാൻ നിന്ന ഒരു ചേട്ടന് അതിൻ്റെ മുമ്പേ കൂടിയാണ് പുലി ഓടിയത്. അപ്പോൾ ആ ചേട്ടൻ പേടിച്ച് പിന്നെ പാറപ്പുറത്തൊന്നും കയറി. പക്ഷേ ആ പുലി ഇപ്പോൾ ഒരു വയലിൽ കുരുങ്ങിയാണ് ഈ റബ്ബർ തോട്ടത്തിലൂടെ പുലി താഴോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ പുലി ഇപ്പോൾ പിന്നെ അവിടെ ഒരു മരക്കൊമ്പിൽ കുടുങ്ങി കിടക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ പുലിയുണ്ട് പല സമയങ്ങളിലായിട്ട് പിന്നെ നമ്മുടെ കാട്ടുകോഴിയും അതുപോയിട്ട് ഈ ആട്, പട്ടി, പൂച്ച അങ്ങനെയുള്ളതിനൊക്കെ കാണാതാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ അറിയിക്കുന്ന സമയത്ത് വന്ന് അന്വേഷിച്ച് പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സംഭവം പുലിനെ യാദൃച്ഛികമായിട്ട് കണ്ടുമുട്ടിയതാണ്. അപ്പോൾ ഈ പ്രദേശത്ത് പുലിയുണ്ട്. പക്ഷേ പെട്ടെന്നാണ് ഈ പുലി ഇപ്പോൾ ജനവാസ മേഖലയോട്ട് ഇപ്പോൾ ഇറങ്ങിയതും ഇപ്പോൾ അവർ മരം വെട്ടാൻ പോകുന്നത് വെച്ചാൽ റബ്ബർ ടാപ്പിങ്ങിന് വന്ന ചേട്ടൻ്റെ കണ്ണിൽ പെട്ടതും. എൻ്റെ പേര് അജിത്ത് എന്നാണ്. ഞാൻ ചാക്കപ്പാറയാണ് താമസിക്കുന്നത്.